ചെല്ലണ അപ്പൊ നമ്മളിപ്പോ എവിടേക്കാണ് പോകുന്നത്? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേ ബോൺ സ്റ്റോറീസ്. അപ്പോൾ പൊമ്മി അപ്പു വ്ളോഗ്സ് ടു ഞാൻ മേ ബോൺ സ്റ്റോറീസ് ആക്കിയിട്ടുണ്ട്. പ്രത്യേക റീസൺ ഒന്നുമില്ല, എനിക്ക് ഒരു ഐ ഡി ചേഞ്ച് ആക്കാൻ തോന്നി. ഓൾസോ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ചേഞ്ച് ആക്കിയിട്ടുണ്ട്, മേ ബോൺ സ്റ്റോറീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാ ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ ബാക്ക് നോയ്സ് ആയിട്ട് ലേസിൻ്റെ വോയിസ് ആയിട്ടുണ്ടാവും കേൾക്കുന്ന, അതെല്ലാം ന്യൂ മോമിന് റിലേറ്റ് ആക്കാൻ പറ്റും. എന്തായാലും ബാക്കിൽ നമ്മളെ ബേബീസിൻ്റെ വോയിസ് അല്ലേ കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ എറമാട് പോയിട്ട് സിയാർത്തെല്ലാക്കി. പിന്നെ നമ്മൾ പോകുമ്പോൾ ഊട്ടിക്കാണ് പ്ലാൻ ആക്കിയത്, എറമാട് പോയിട്ട് ഊട്ടിക്ക് പോകാമെന്ന്. പക്ഷേ പ്ലാൻ ചേഞ്ച് ആക്കി നമ്മൾ മൂന്നാർ പോയി, വയനാട് പോയി. അപ്പോൾ വോയിസ് ഓവർ ഇടാൻ ലേസിബിൾ ഒന്നുമില്ല. സോ ഞാൻ ഇസ്സായിട്ട് ഞാൻ മെല്ലെ വർക്കിട്ട് വന്നേനെ. അപ്പോൾ നമ്മൾ എറമാട് പോയി, അവിടെ സിയാർത്തെല്ലാക്കി. എന്നിട്ട് നമ്മൾ ഊട്ടിക്ക് പോകുന്ന പ്ലാൻ ക്യാൻസലാക്കി. അങ്ങനെ നമ്മൾ വയനാട് പോയിട്ട് ഫസ്റ്റ് റൂമെല്ലാം എടുത്തിട്ട് അവിടെ സ്റ്റേ ആക്കിയിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാൻ പോയത്. എന്നിട്ട് റിട്ടേൺ നമുക്ക് നാട്ടിലേക്ക് വരാനുണ്ട്. അപ്പൊ ഗൈസ്, ഞാൻ എന്തൊക്കെ വെയിറ്റ് ആകുന്നടാ മന്തി ഓർഡർ ആക്കിയാണ്. അറിയാല എങ്ങനെ ഉണ്ടോന്ന്. എന്നാലും ഇവളൊരു ഓപ്പിലാണ് മന്തി പറഞ്ഞത് കൊണ്ട നോക്കാം. അല്ല, നമ്മ വയനാട്ടിലാണ് ഉള്ളത്. അപ്പൊ വയനാട് മന്തി എങ്ങനെയാണ് നോക്കാല്ലേ? നമ്മ കാസർഗോഡ്കാർക്ക് ഇഷ്ടപ്പെടോ ഇല്ലേ? പെടും ഒരു പോപ്പ്, പെടും. പക്ഷെ ഭയങ്കര വിഷമത്തില്ല. സോറി, വിശക്കുന്ന അല്ല, വിശപ്പിന്റെ വിളിയുണ്ട്. ഒറ്റ മൈൻഡില് വയനാട് വന്നിട്ട് ഒറ്റ മൈൻഡില് ഉറങ്ങി. എന്ന് ചെറിയ ഒരു ഫസ്റ്റ് ബ്ലോഗ് എടുക്കുവാണെങ്കിൽ ഇതേ ലാംഗ്വേജ് വന്നോളണേ, അത് ആണ്. പിന്നെന്താ പറഞ്ഞാൽ ഇതാണ് ഗൈസ് നമ്മളുടെ ഡോഗിയാണ് ഗൈസ്. ഡോഗില്ല, എന്നാലും ഒരു ചെറിയ പാപ്പൻ കുട്ടിയാണ്. പിന്നൊന്ന് പറയുന്നുണ്ട് ഗൈസ്, ഇതാണ് എൻ്റെ അങ്കിളിന്റെ ഫ്രണ്ടിന്റെ വൈഫ്. ഞാൻ വിചാരിച്ച് എങ്ങനെ ഉണ്ടാവും, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. പക്ഷേ ഒന്നുമില്ല, നമ്മളോട്ടപ്പുറം ഗൈസ്. വൈബ് വിളിച്ചില്ല. നമ്മ ഫുള്ള് വൈബ് എടുക്കുന്ന ആളാ, അതും വയനാട്ടൊരു നമ്മുടെ അഹങ്കാരം ഗൈസ്. ഞങ്ങളാണ് നമ്മ ഒറ്റ മൈൻഡാക്ക. ഫുഡ് കഴിച്ചാലേ ശരിയാവും. എങ്ങനെയുണ്ട് വയനാട്? എങ്ങനെയുണ്ട്? സൂപ്പർ. വാടാ, നിങ്ങ വയനാട് കണ്ട? നിങ്ങ ഉറങ്ങിയല്ലേ? എന്നിട്ട് വയനാട് കണ്ടെന്ന് നിങ്ങ ഉറങ്ങിയല്ലേ? ജാവ് എങ്ങനെ കാണുന്ന വയനാട്? ഇർട്ടല്ലേ? ഹായ് ഗൈസ്, എങ്ങനെയുണ്ട് വയനാട്? എന്ത് പൊളി, പറഞ്ഞിട്ട് പൊളിച്ചെന്നല്ല. അപ്പൊ ഞമ്മ പോയത് 2 days ഫുള്ള് ചുറ്റിയിട്ട് റിട്ടേൺ വരാനിട്ട് പോയത്. 1 day ഫുള്ള് ഞമ്മക്ക് കിടന്നിട്ട് ഉറങ്ങി റൂം എടുത്തിട്ട്. എനിക്കും ഉച്ചയായി. അങ്ങനെ സീത ഞമ്മ മന്തി വയ്ക്കാനാണ് പോയത്. പിന്നെ കിടാക്കൊക്കെ വേണ്ടിയ ഫുഡെല്ലാം ഞമ്മ ആടെ തന്നെ പോയിട്ട് ഹോട്ടലിൽ ഫീഡാക്കി. മന്തി നല്ല രസമുണ്ടായി, എനിക്ക് ഭയങ്കര ലൈക്കായിന് മന്തി. എന്നിട്ട് പോകുമ്പോൾ റംബൂട്ടാന് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ടില്ലേ, മജയില് തിന്നോണ്ട് വൈബായിക്കൊണ്ട് നേച്ചർ ആസ്വദിച്ചോണ്ട് ഞമ്മ പോയത്. അങ്ങനെ അപ്പൻ്റെ ഫ്രണ്ടിൻ്റെയും വൈഫും കസിൻസിൻ്റെ ഒക്കെ അതില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രിപ്പ് പോകുന്നത് മാത്രമല്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓരെല്ലാം കാണുന്നത്. പക്ഷേ ഇല്ലേ, കുറേ ഇയേഴ്സായിട്ട് ഞാൻ ഓരെല്ലാം കമ്പനിയുള്ള പോലെ ഓരൊക്കത്തെ എന്തോ ടൈം സ്പെൻഡ് ആക്കിയ പോലെ ഫീൽ ആയിക്കോണുണ്ട്. അത്രക്ക് കമ്പനി ആൾക്കാർ, അത്രക്കും നമുക്ക് കംഫർട്ട് ഉണ്ടായി അവരൊക്കെ പോയിട്ടാകുമ്പോൾ നമുക്ക് റിട്ടേൺ വരുന്നേ മനസ്സിലായിട്ടില്ല. അത്രക്ക് വൈബ് എടുത്തിന് ഞമ്മ എല്ലാവരും. അപ്പോൾ ഞമ്മ പോയിട്ട് വന്നതിന് ശേഷമാണ് അവിടെ മണ്ണടിച്ചവും കാര്യങ്ങളെല്ലാം ഉണ്ടായി.
നമ്മ വന്നിട്ട് ഒരു 1-2 വീക്ക് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അറിഞ്ഞിട്ടാകുമ്പില്ലേ നല്ലോണം ബേജാറായിനി. ചെല്ലെങ്കിൽ നമ്മ പോയ പ്ലേസ് അവിടെ അങ്ങനത്തെ ഒരു സംഭവമായി നിലമ്പിൽ എന്തോ ഒരു ബേജാറായിനി. ഇനി വരുന്ന പ്ലേസ് ഇല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ആക്കാൻ പറ്റുമോ നോക്ക്. കുറേ ഒരേപോലത്തെ പുരെല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിഞ്ഞ കമൻ്റ് ആക്ക്. അപ്പം അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കോണുണ്ട്. നമ്മളുടെ ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ 900 കണ്ടിക്ക് കുറേ പ്ലേസ് ഇങ്ങനെ നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞ് 900 കണ്ടിക്ക് പോവാന്നിട്ട് അങ്ങനെ ആർക്കാണ് നമ്മൾ ഇതാ ഇപ്പോൾ പോയിക്കോണുള്ളത്. പോകുമ്പോൾ തന്നെ അടുത്ത മലൻ്റെ ഇതിൻ്റെ എല്ലാം വ്യൂ നോക്കിയിട്ടാണ് പോകുന്നത്. ഓരോ വ്യൂ കാണുമ്പോഴല്ലേ നമ്മൾ സ്റ്റോപ്പ് ആയിക്കോണു, അത് ആസ്വദിച്ചോണുണ്ടായി. പിന്നെ നമ്മളൊക്കെ എല്ലാം ഉള്ളതില്ലേ നല്ല വൈബിൻ്റെ ആൾക്കാരാണ് കൊണ്ടു കുറേ ബിസി ആക്കാനുണ്ടായി നമുക്ക്. അപ്പോൾ അതിനോണ്ട് തന്നെ നമ്മൾ നല്ല ഹാപ്പിയിലുണ്ടായി. ഞാൻ ഫസ്റ്റ് ടൈം വിചാരിച്ചോണ്ടേ എങ്ങനെ ആവോ, കംഫർട്ട് ആവോ, ഓക്കെ ആവോ പോകുമ്പോക്കെന്ന്. പക്ഷേ ഇല്ലേ പോയിട്ടില്ലെങ്കിലേ ഭയങ്കര ഒരു നഷ്ടാട്ടി നമുക്ക് ഇപ്പോൾ തോന്നുന്നു. അപ്പം നമ്മൾ പോയിട്ട് വന്നിട്ട് അമ്മയില്ല കുറച്ച് മൈൻഡെല്ലാം കുറച്ച് ഫ്രീ ആയിട്ടുണ്ടായി. ചെല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലെല്ലാം കടന്നു പോയിക്കോളുണ്ടേ. അത് എപ്പോഴായെങ്കിലും നമുക്ക് എത്ര കണ്ടെങ്കിലേ ഈ വ്യൂ എപ്പോയില്ലേ നമ്മളൊരു ഫേവറേറ്റ് ആയിട്ടുണ്ടാവും. ഈ കാപ്പിത്തോട്ടം തേയിലത്തോട്ടെല്ലാം കാണുമ്പോൾ ഇല്ലേ ഭയങ്കര എന്തോ ഒരു കുസ്യാന്ന്. അങ്ങനെ നമ്മയില്ല ഒരിടത്ത് വണ്ടി സ്റ്റോപ്പ് ആക്കിയിട്ടില്ല, ഞമ്മ കുറച്ച് റീൽസും ഫോട്ടോസും എല്ലാം എടുക്കാൻ ചെലുത്തി ഒരിടത്ത് സ്റ്റോപ്പ് ആക്കിയിട്ട് ഞമ്മ മെല്ലെ മേലേക്ക് കയറി. ഈ 900 കണ്ടിൻ്റെ അടുക്ക് പോകണമെങ്കിൽ നമ്മൾ ഓഫ് റോഡായിട്ട് പോകണം. അതെനിക്കറിയാലേ അടക്ക് പോയിട്ടാകുമ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ കയറിയിട്ടാകുമ്പില്ലേ മിക്സിയിലിട്ടിട്ട് അടിക്കുന്ന പോലെ ഉണ്ടായി. ഫൈനലി ഗ്ലാസ് ബ്രിഡ്ജിക്ക് എത്തി. അപ്പം ഞാൻ വെച്ച് കുറച്ച് റീൽസും ഫോട്ടോസും എല്ലാം എടുക്കാന്ന്. അങ്ങനെ ഓളം കൂട്ടിയിട്ട് മെല്ലെ വന്നിട്ട് ഈ ഒരു വ്യൂ കാണിക്കുന്ന ഒരു ഷോട്ടെല്ലാം എടുക്കാൻ ഓളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓള് വന്ന് എന്താ നീ ഇവിടെ കിടന്നിട്ട് ഉറങ്ങെന്താന്ന് ചില മജക്ക് ഒരു റീൽസ് എല്ലാം എടുക്കാൻ നിൽത്തിന്ന്. എന്നിട്ട് ഓറും ഫോട്ടോസും ഇതെല്ലാം എടുത്തോണ്ടുണ്ടായി. പക്ഷെ അടുത്ത വ്യൂ ഇല്ലേ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നിട്ട് നോക്കാനുള്ള വ്യൂ ഇല്ലേ അത് ഭയങ്കര എത്ര ചെല്ലെങ്കോ മതിയാവില്ല. ഒരത്രക്കും നല്ല അടിപൊളി വ്യൂ ആണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയും ഞാൻ എത്ര ഹാപ്പിയാണ് ഈ പ്ലേസ്ക്ക് പോയിട്ട്. ചില ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഒരു വ്യൂവും ഈ ഒരു ക്ലൈമറ്റും. ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പാറിക്കൊണ്ടുണ്ടായി. എന്തോ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഇന്നർ ചൈൽഡില്ല പുറത്തേക്ക് വന്ന ഒരു മൊമെൻ്റാണ് ഇതെല്ലാം. അപ്പോൾ ലേസിന് ഞാൻ മെല്ലെ അപ്പൻ്റെ കൊടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് ആസ്വദിച്ചോണ്ടുണ്ടായി. എന്നിട്ട് അപ്പവും ലേസും വന്നു. എന്നിട്ട് ലേസിന് എൻ്റെ തന്ന് ഞാൻ മൊക്കത്ത് ഇങ്ങനെ എൻജോയ് ആക്കിയിട്ട് ആടി. കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം വന്നിട്ട് നമ്മൾ 3 ആളൊക്കെ തേഞ്ഞാലെല്ലാം ആടി. ഭയങ്കര എന്തോ ഒരു വൈബാണ് അന്ന്. അപ്പം നേരെ ചെല്ലെങ്കിൽ നമ്മൾ എത്ര വലുതായെങ്കിലും നമ്മളതിൽ ഒരു കുട്ടിത്തുണ്ടാവല്ലേ അത് നമ്മളെ കംഫർട്ടുള്ള ആൾക്കാരുടെ അടുത്തില്ലേ അതെന്തെങ്കിലും പുറത്തൊക്കെ വരും. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ അവിടെ ഇങ്ങനത്തെ സംഭവമെല്ലാം ഉണ്ടായി. ഈ ആക്ടിവിറ്റീസിലൊന്നും ഞാൻ നോക്കിയിട്ടാ. ഞാൻ ആ ടൈമിൽ ലേസറിനെ നോക്കുന്ന തിരക്കിലായി. അപ്പോൾ ഷൂട്ടാക്കുന്നുണ്ട് അടുക്കെല്ലാം അമ്പ് പോകുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കോണു ഞാൻ ആടെ ഇരുന്ന് പുലി പോലത്തെ ടൈപ്പിൻ്റെ ഒരു മംഗം കാണില്ല ക്യാമറയിൽ. അത് കാണാനാണ് അത് പോയി നിസ്കരിക്കലും എല്ലാത്തിലും പ്ലേസിൽ അട്ട ഉണ്ട് ജാഗ്രതാക്കിയും ചെല്ലിയ ആൾക്ക് തന്നെ അട്ട കുച്ച ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളെല്ലാം നല്ലോണം കെയർ ആയിക്കോണ്ടേ അട്ട ഉണ്ടെന്ന്. പക്ഷെ അപ്പോൾ തന്നെ അട്ട കുച്ചി. അപ്പോൾ നല്ലൊരു ഡേ ആണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ആക്കി. അപ്പോൾ എന്നെ അറിയുന്നവർ കുറേ ആൾ ചോദിക്കുന്നുണ്ട് നീ എന്ത് വീഡിയോസ് ഒന്നും ഇപ്പോൾ അപ്ലോഡ് ആക്കാത്ത അങ്ങനെ കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ ഇൻഷാല്ലാ ഇനി എന്നായിട്ട് അപ്ലോഡ് ആക്കണമെന്നിട്ടുണ്ട്. പക്ഷെ ഓരോരോ റീസണായിട്ട് അപ്ലോഡ് ആക്കാൻ കഴിയുന്നില്ല, എഡിറ്റ് ആക്കാൻ കഴിയുന്നില്ല. പിന്നെ ലേസിൻ്റെ ബാക്കിൽ തന്നെയാണ്. പിന്നെ അപ്പോൾ ഇല്ലാത്ത ടൈമിൽ നമുക്ക് ലേസിന് ഒറ്റയ്ക്ക് ഹാൻഡിൽ ആക്കേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് അതെല്ലാമായിട്ട് കുറച്ച് സ്ട്രഗിളായിട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഹെൽത്തും ഓക്കെ അല്ല, അങ്ങനെ ലൈറ്റാണ് പോകുന്നത്. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും വീഡിയോസ് ആക്കണമെന്നുണ്ട്.
ഇടണമെന്നുണ്ട്, പക്ഷെ കാണുമ്പോഴല്ല കുറച്ച് ഈഗായിട്ടോ എഫേർട്ട് ഇടേണ്ടി വരുന്നു. വീഡിയോസ് എടുക്കുന്നവർക്കും എഡിറ്റ് ആക്കുന്നവർക്കും അതിൻ്റെ ഒരു സ്ട്രഗിൾ അറിയാൻ തോന്നുന്നു. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ എല്ലാം ആക്കണമെന്നുണ്ട്. അപ്പോൾ ഇത് എഡിറ്റ് ആക്കുമ്പോൾ തന്നെ ഭയങ്കര വർക്കിലുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.